സാർ, പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ട്രെയിൻ തട്ടിയെടുക്കലുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് വിശദീകരിക്കാമോ? സാധാരണ നമ്മൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായിട്ട് നമ്മൾ ഇപ്പോൾ വിമാനം റാഞ്ചുന്നു എന്നൊക്കെയുള്ള വാർത്തകളോ അല്ലെങ്കിൽ കാറ് തട്ടിയെടുക്കുന്നു എന്നുള്ള വാർത്തകളോ ഒക്കെ കേൾക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും തന്നെ ട്രെയിൻ തട്ടിയെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ട്രെയിൻ ഒരിക്കലും റെയിൽവേ പാളത്തെ കൂടി അല്ലാതെ വേറെ എവിടെയെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോകലൊന്നും പ്രായോഗികമല്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ട് 450-ലധികം ആളുകൾ യാത്ര ചെയ്തിരുന്ന ജാഫർ എക്സ്പ്രസ്, അത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന BLA അവരുടെ ആർമി തന്നെ തട്ടിയെടുത്തതായി അറിയിക്കുന്നത്. തട്ടിയെടുത്തു എന്ന് പറഞ്ഞാൽ അവരുടെ അധീനതയിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ അധീനതയിലാക്കി ഏതാണ്ട് 50ഓളം വരുന്ന യാത്രികർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാൻ അതിൽ 33ഓളം വരുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, അവരെ ബലൂച്ച് പോരാളികളെന്ന് വിളിക്കണോ തീവ്രവാദികളെന്ന് വിളിക്കണോ എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ വലിയ ഡിബേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ തന്നെ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അത്തരത്തിൽ ഈ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആളുകളെ വകവരുത്തിക്കൊണ്ട്, അതായത് 33 വരെ വെടിവെച്ച് കൊന്നുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 346 ബന്ദികളെ കൂടി മോചിപ്പിച്ചേക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് തന്നെ സ്ത്രീകളെയും കുട്ടികളെയൊക്കെ ഏതാണ്ട് മോചിപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതൊന്നും എത്രത്തോളം കൃത്യമായ വിവരമാണെന്ന് നമുക്കറിയില്ല. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, അതൊരു ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ 4 പ്രൊവിൻസുകളിലെ ഏറ്റവും വലിയ പ്രൊവിൻസാണ് ഈ പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള ഒരു സ്ഥലമാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. 44%, അതായത് പാകിസ്ഥാനിലെ 44% ഭൂവിസ്തൃതി അവിടെയാണ്. പക്ഷേ അവിടെ ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 5% മാത്രമേ ഉള്ളൂ. അത് സുന്നി മുസ്ലിംസാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു പ്രത്യേക രാഷ്ട്രം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവരവിടെ ബലൂചിസ്ഥാൻ, അതായത് ഒരു വംശീയമായിട്ടുള്ള, അതായത് സുന്നി മുസ്ലിംസൊക്കെ തന്നെയാണെങ്കിൽ പോലും വംശീയമായിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ബലൂജികളുടെ ഒരു രാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അത് പാകിസ്ഥാൻ്റെ ജനസംഖ്യയുടെ കേവലം 5% മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ടൊന്നും വലിയ വികസനമോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള കാര്യങ്ങളൊന്നും എത്താറില്ല. ഈ പ്രദേശത്തിൻ്റെ ചരിത്രം വളരെ രസാവഹമാണ്. നമ്മൾ പരിശോധിച്ചാൽ ക്രിസ്തുവിൻ്റെ മുമ്പ് 7000 കൊല്ലങ്ങൾക്ക് മുമ്പേ അവിടെ വലിയ തോതിലുള്ള ചെറിയ നാഗരികതയൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ബലൂജികൾ എന്ന് പറയുന്ന പ്രത്യേക എത്നിക് ആയിട്ടുള്ള ആളുകൾ, അവർ ഇറാനിൽ ഒരു വലിയ വിഭാഗമുണ്ട്, അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഒരു നാമമാത്ര വിഭാഗമുണ്ട്. അപ്പോൾ അവരുടെ വലിയ ഇറാനിലുള്ള ആളുകൾ ഇതിനെ പലപ്പോഴും അനുകൂലിക്കുന്നുണ്ട്, ഇവരുടെ പോരാട്ടങ്ങളെയൊക്കെ. അപ്പോൾ അത്തരത്തിൽ പല വിധത്തിലുള്ള ഇടപെടലുകളൊക്കെ കൊണ്ട് ഇവർ വലിയ തോതിൽ അവിടെ ബലൂച്ച് പോരാളികളായിട്ട് നിൽക്കുകയാണ്. അത് പാകിസ്ഥാനെതിരെയുള്ള വലിയ തലവേദനയാണ്. പാകിസ്ഥാൻ സൈന്യമാണ് ഇടപെട്ടിട്ടുള്ളത്. ആ സൈന്യത്തിൻ്റെ ഇടപെടലിൽ കൂടി തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, അവിടെയുള്ള ബന്ദികളെല്ലാവരെയും സുരക്ഷിതമായി മോചിപ്പിക്കണമെന്നൊന്നും പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല. പകരം ഇവരങ്ങോട്ട് കൊല്ലുക, അതിൻ്റെ ബന്ദികളെ കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഭാഗ്യത്തിന് 50 പേരെ കൊല്ലപ്പെട്ടുള്ളൂ. ഒഫീഷ്യലി പറയുന്ന കണക്കുകൾ പ്രകാരം 21 പേരാണ്. പക്ഷേ പാകിസ്ഥാനൊക്കെ മുഴുവൻ നുണ പറയും. ബാക്കി 50 പേരോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളറിയേണ്ടത്, മ്യൂണിക് ഒളിമ്പിക്സിൽ പണ്ട് ഈ പറയുന്ന ഇസ്രായേലിൻ്റെ ഒരു വിമാനം റാഞ്ചി എടുത്തിട്ട് നമ്മുടെ ഈദി അമീൻ്റെയൊക്കെ നാട്ടിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട്. അന്ന് ഏതാണ്ട് 1-2 പേരെ മാത്രം, ഒരാൾ മാത്രമാണ് അന്ന് കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ള 2 പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത്. ബാക്കിയുള്ള എല്ലാവരെയും അവിടെ നിന്ന് ഈ വിമാനം റാഞ്ചിയ ആളുകളെ, അതായത് വിമാനത്തിനകത്തുള്ള ഈ യാത്രക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്തായാലും 26 മണിക്കൂറിലധികം നീണ്ടു നിന്നൊരു അനിശ്ചിതത്വം അവസാനിച്ചു. ബാക്കിയുള്ള ഈ 400ഓളം പേരെ ബന്ദികളാക്കിയ ആളുകളെ പുറത്തേക്ക് വിടാൻ കഴിയും. ഏറ്റവും ഒടുവിൽ 343 പേരെ കൂടി പുറത്തേക്ക് വിട്ടു. അതാണ് വാസ്തവം. ആ ബലൂച്ച് പോരാളികൾ എല്ലാവരെയും തന്നെ പാകിസ്ഥാൻ ആർമി കൊന്നൊടുക്കി. ഈ ബലൂചിസ്ഥാൻ ആർമിയുമായുള്ള പാകിസ്ഥാൻ്റെ നിലപാട് എന്താണ്? പാകിസ്ഥാൻ ആർമിയോടുള്ള അല്ലേ, ബലൂചിസ്ഥാൻ ആർമിയോടുള്ള പാകിസ്ഥാൻ സർക്കാരിൻ്റെ നിലപാട് ഏതൊരു സർക്കാരും ഉള്ളതുപോലെ തന്നെ അവരെ ഭീകരവാദികളും തീവ്രവാദികളും ഒക്കെ ആയിട്ടാണ് പാകിസ്ഥാൻ കാണുന്നത്. അല്ലെങ്കിൽ തന്നെ അവരുടെ ആവശ്യമൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ നിങ്ങൾ അറിയേണ്ടത്, അവിടെ ഒരു 5% ജനസംഖ്യ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് വികസനമൊന്നും അങ്ങോട്ട് എത്തുന്നില്ല. വലിയ തോതിലുള്ള അവഗണനയാണ് അവർ നേരിടേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ പാകിസ്ഥാൻ്റെ ഭരണകൂടം എന്ത് തീരുമാനിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും നല്ലത് പാകിസ്ഥാൻ ആർമി എന്താ ആലോചിക്കുന്നു എന്ന് ആലോചിക്കുന്നതായിരിക്കും. അതിൻ്റെ കാരണം, പാകിസ്ഥാനിൽ ഇപ്പോൾ ഭരിക്കുന്നത് ഷഹബാസ് ഷെരീഫാണ്. അതുപോലെ തന്നെ ഭൂട്ടോയുടെ, ബനസീർ ഭൂട്ടോയുടെ ഒക്കെ മകനോ കൂടി ചേർന്നിട്ടുള്ള ഒരു ചെറിയ തക്കിട തരികിട മുന്നണിയാണ് അവിടെ ഭരിക്കുന്നത്.
യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും ഇമ്രാൻഖാനാണ്. വലിയ തോതിൽ ജനപിന്തുണ ഉണ്ടായ നേതാവും അദ്ദേഹമാണ്. അദ്ദേഹത്തെ ജയിലിലടച്ചിരിക്കുന്നു, ഭാര്യയെ ജയിലിലടച്ചു നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ പല കേസുകളിലും അഴിമതി കേസുകളിലൊക്കെ പെട്ട് ഇമ്രാൻഖാൻ ജയിലിലാണ്. അങ്ങനെ അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ സൈന്യം ആരെ തീരുമാനിക്കുന്നു അവരെ ഭരണത്തിൽ വരുള്ളൂ. അപ്പോൾ സൈന്യത്തിൻ്റെ നിലപാടറിഞ്ഞിട്ട് വേണം ഇവർക്ക് നിലപാടെടുക്കാൻ, ആയിരിക്കും ഭരിക്കുന്നവർക്ക് നിലപാടെടുക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിലൊക്കെ കാണുന്നൊരു സിറ്റുവേഷൻ അല്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ഭരണമാണ് അവിടെ നടക്കുന്നത്. സാധാരണ നമ്മൾ തമാശക്കൊക്കെ പറയില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള ജീവിതമാണ് എന്ന് പറയുന്ന പോലെ പ്രത്യേക തരത്തിലുള്ളൊരു ഭരണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. പിന്നെ അവിടെയുള്ള നാട്ടുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. കാരണം മറ്റേ ഇപ്പോൾ 1 കിലോ പഴത്തിൻ്റെ വിലയൊക്കെ ഏതാണ്ട് 500 രൂപയാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ വില എന്ന് പറയുന്നതൊക്കെ തന്നെ അവിടുത്തെ ജനത്തിന് സഹിക്കാൻ പറ്റാത്ത ലെവലിലാണ്. അപ്പോൾ വലിയ തോതിലുള്ള റിവോൾട്ടുകൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. പിന്നെ മറ്റ് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് തന്നെ ഇടപെടലുകളും സഹായങ്ങളും ഒക്കെ തന്നെ ഈ പറയുന്ന ബലൂചിസ്ഥാൻ ആർമിക്കുണ്ട്. അതിനെല്ലാം പറ്റിയൊരു സിറ്റുവേഷനിലാണ് പാകിസ്ഥാൻ അവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ പാകിസ്ഥാൻ പറയുന്നത് ഇവർക്ക് സഹായം ഇന്ത്യ ചെയ്തു കൊടുക്കുന്നതെന്നാണ്. ഇതിൽ വാസ്തവം എന്താണ്? അല്ല, അതിലൊക്കെ ഏറെയും കുറഞ്ഞൊക്കെ ചില വാസ്തവങ്ങളൊക്കെ ഉണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം നമ്മുടെ ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരും അതുപോലെ നിങ്ങൾക്കറിയാലോ POK എന്നൊക്കെ അവർ വിളിക്കുന്നൊരു സ്ഥലമുണ്ട്. ഇന്ത്യയുടെ നമ്മുടെ സ്വന്തമാണ് കാശ്മീർ. ആ കാശ്മീരിൽ ഇതുപോലെ തന്നെ വിഘടനവാദികളെയും തീവ്രവാദികളെയൊക്കെ പാകിസ്ഥാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെയൊക്കെ തന്നെയുള്ള ചില സഹായങ്ങളൊക്കെ ഇന്ത്യയും അവിടെ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ നമുക്കിപ്പോൾ കൃത്യമായി ക്രിസ്റ്റൽ ക്ലാരിറ്റിയോടുകൂടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടൊന്നും പുറത്തേക്ക് വരണം എന്നില്ല. പിന്നെ ഇന്ത്യയുടെ ചാരന്മാരൊക്കെ പാകിസ്ഥാനിൽ ധാരാളമുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കാനഡയിൽ ഇന്ത്യക്കെതിരെ പണിയെടുത്തുകൊണ്ടിരുന്ന ചില ഭീകരവാദികൾ, ഖലിസ്ഥാൻ ഭീകരവാദികളൊക്കെ കൊല്ലപ്പെട്ടതറിയാം. അങ്ങനെയുള്ള ചില ആളുകളും അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇടയ്ക്ക് കൊല്ലപ്പെടാറുണ്ട്. അപ്പോൾ ഈ കൊല്ലപ്പെടുന്നതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബലൂചിസ്ഥാൻ ആർമി പോലെയുള്ള അല്ലെങ്കിൽ ലിബറേഷൻ ആർമി പോലെയുള്ള ആളുകളൊക്കെ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങളൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലൊക്കെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതൊക്കെ പക്ഷേ രാജ്യങ്ങളൊക്കെ തമ്മിൽ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. സാർ, ബലൂചിസ്ഥാനികൾ മറ്റൊരു രാഷ്ട്രം വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം പാകിസ്ഥാൻ അവിടേക്ക് വികസനങ്ങൾ എത്തിക്കാത്തതും ആണ്. പാകിസ്ഥാൻ ഒരു സ്ഥലത്തേക്കും വികസനം എത്തിച്ചിട്ടില്ല. ഓക്കെ, ഇപ്പോൾ കറാച്ചി പോലെയുള്ള കുറച്ച് സ്ഥലങ്ങളിൽ, ഏതാണ്ട് ചെറിയൊരു സ്ഥലങ്ങളിൽ മാത്രമേ വികസനം എത്തിച്ചിട്ടുള്ളൂ. പാകിസ്ഥാനിൽ അങ്ങനെ പാകിസ്ഥാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഞാൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം വേണമെങ്കിൽ സമയം ചെലവഴിക്കേണ്ടി വരും. അത്ര വിശദമായി ഉത്തരം പറയേണ്ട ഒരു ചോദ്യമാണ്. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ബലൂചിസ്ഥാനിലേക്ക് വികസനം എത്തിയിട്ടില്ല, അവർ അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന ഒരു തോന്നൽ വളരെ വ്യാപകമായിട്ട് അവരുടെ ഇടയ്ക്കുണ്ട്. പിന്നെ അവരുടെ ഒരു എത്തനിസിറ്റി വേറെയാണ്, വംശീയമായിട്ടുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളും അവരുടെ യോജിപ്പുകളും ഒക്കെ വേറെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിഘടനവാദത്തിന് സാധ്യതയുള്ള ഒരു രാഷ്ട്രം കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. പാകിസ്ഥാനിൽ ഒരിക്കലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 1947 നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനോടൊപ്പം തന്നെയാണ് പാകിസ്ഥാനൊക്കെ ഉണ്ടാവുന്നത്. അന്ന് 48കളിലാണ് ഇവർ പ്രൊവിൻസൊക്കെ രൂപീകരിക്കുന്നത്. എൻ്റെ ഓർമ്മയിലിനടുത്ത് പറയുന്നതാണ്, ചിലപ്പോൾ ഇയറിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. 1948 പ്രൊവിൻസുകളൊക്കെ രൂപീകരിക്കുമ്പോൾ പോലും ഈ പ്രൊവിൻസിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രാധാന്യമൊന്നും ഒരിക്കലും അവിടെ കിട്ടിയിട്ടില്ല. പിന്നെ ഇത് പാകിസ്ഥാൻ്റെ ഒരു വലിയ പരാജയമാണ്. പാകിസ്ഥാൻ അതേസമയം തന്നെ ഇന്ത്യയോട് യുദ്ധം ചെയ്യുകയും കാശ്മീരിൽ നമുക്കെതിരെ ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതിൽ വ്യാപൃതരാണ്. എന്നാൽ അവരൊരിക്കലും അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിലൊന്നും ഒരിക്കലും ഒരു വിധത്തിലുള്ള താല്പര്യവും കാണിച്ചിരുന്നില്ല. അതിനൊക്കെ വലിയ തോതിലുള്ള കാരണങ്ങളുണ്ട്. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയായിരുന്നു, അവർ വലിയ അഴിമതിക്കാരായിരുന്നു, കിട്ടുന്ന കാശ് കൊടുത്തുകൊണ്ട് അവർ വിദേശത്തേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇമ്രാൻഖാനെതിരെയുള്ള കേസുകൾ പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടിയ ഐറ്റംസ് പോലും അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെയുള്ള നിലക്കാണ്. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ വ്യാപകമായിട്ടുള്ള അഴിമതികൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭരണമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം എക്കാലത്തും അവിടെ സൈന്യമാണ് ഭരിച്ചിട്ടുള്ളത്. ആ സൈന്യത്തിൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഈ പറയുന്ന രാജ്യം ഇതുപോലെ കുട്ടിച്ചവറായിട്ടുള്ളത്. കൃത്യമായ ജനാധിപത്യമില്ല. പിന്നെ ഷിബിലി, ഇത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നരുത്, മതപരമായ ശാസനകളാൽ ഭരിക്കപ്പെടും എന്ന് പറയുന്ന രാജ്യങ്ങളിലൊന്നും തന്നെ ഒരു കാലത്തും സത്യത്തിൽ യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.
ഓക്കെ. ഇപ്പം നമ്മൾ ചില രാജ്യങ്ങൾ, ഇപ്പോൾ ദുബായ് പോലെ UAE പോലെ ചില രാജ്യങ്ങൾ എടുത്തു വെച്ചാൽ അവിടെയൊന്നും കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ പോലും മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ മതത്തിൻ്റെ ഇടപെടൽ കൂടുതലുള്ള രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യമില്ലാത്ത രാജ്യങ്ങൾ, ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ ഒരു കാലത്തും വലിയ സമാധാനമുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെയൊക്കെ എപ്പോഴും പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ റമദാൻ മാസങ്ങളിലുമൊക്കെ തന്നെ പല ആളുകളുടെ പഷ്തൂൺ, അതുപോലെ പല, ഞാനിപ്പോൾ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല, പല പള്ളികളിലും ബോംബുകൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളറിയേണ്ടത് അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ താലിബാൻ ഭരണത്തിലേറി, അതായത് ശരിയാ ലോ അനുസരിച്ച് അങ്ങേയറ്റത്തെ ഭരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും വിഘടനവാദികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തീവ്രത പോരാ, കുറച്ചുകൂടി തീവ്രത വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾ വരും. അങ്ങനെ പല പല പ്രശ്നങ്ങൾ കൊണ്ടിട്ട് മുഖരിതമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അത് ഈ ഒരൊറ്റ മണിക്കൂറിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഏറ്റവും അടിസ്ഥാന പ്രശ്നം അവിടുത്തെ ജനാധിപത്യമില്ലായ്മയും അവിടെ കൃത്യമായ രീതിയിലുള്ള ഭരണകൂടങ്ങളില്ലാതിരിക്കുകയും ചെയ്തതാണ് എന്നുള്ളതാണ് വാസ്തവം. അവിടെ എപ്പോഴും സൈന്യത്തിന് താല്പര്യമുള്ളവർക്കേ ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഭരിക്കുന്നവരൊക്കെ പാകിസ്ഥാനെ കുളം തോണ്ടുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതറിയാവുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ വലിയ ദുരിതത്തിലാണ്. ആ വലിയ ദുരിതങ്ങളിൽ നിന്നുള്ള ആളുകൾ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് അതിനേക്കാൾ വലിയ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന പല പ്രക്ഷോഭകാരികളും ഉണർന്നെണീക്കുന്നത്.